ആ ഡോക്ടർമാർ പോലും വിശ്വസിക്കുന്നില്ല. ആ കുഞ്ഞിന് പിറ്റേന്ന് രാവിലെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ വായില് തുപ്പലെടുക്കാൻ ആ കുഞ്ഞ് കിടന്നു കൊടുത്തു. വായിന്ന് തുപ്പലെടുക്കാനും നട്ടല് കുത്തി പരിശോധിക്കാനും എല്ലാം നിന്ന് കൊടുത്തിട്ട് ഡോക്ടർ പരിശോധിച്ചിട്ട് വന്നിട്ട് അവിടെ കൗൺസിലിംഗ് റൂമിൽ കയറ്റിട്ട് പറഞ്ഞു, ഇനി കിട്ടത്തില്ല, ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു അസുഖമാണെന്ന്. ഇനി ഉമ്മക്ക് അറിയാതെ കുഞ്ഞിന്റെ മുന്നിൽ ഞാൻ എന്താഗ്രഹം സാർ സാധിച്ചു കൊടുക്കേണ്ടത്? ഈ സെക്കൻഡ് മരിക്കും എന്നുള്ള എന്റെ കുഞ്ഞിന് ഞാൻ എന്താഗ്രഹമാണ് സാധിച്ചു കൊടുക്കാനുള്ളത്? അതിനൊക്കെ ഉത്തരവാദിയാണ്. ഇതുപോലുള്ള കണ്ണുനീരുകൾ ഇനി നിലത്ത് വീഴാതിരിക്കാനുള്ള നടപടികളെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിന് ഞാൻ എന്റെ സിസ്റ്ററിനോട് പറഞ്ഞേടി, ഒരു കേക്ക് പോലും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ, നീ പോയി ഒരു കേക്ക് മേടിച്ചു. ആ കേക്ക് വായിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഇതിന് ഒരു രുചിയും തോന്നുന്നില്ല അമ്മച്ചി, എനിക്ക് കൊള്ളത്തില്ല അമ്മച്ചി എന്ന്. കരച്ചില് കാണണം. 1200 തെരുവിലേക്ക് എറിഞ്ഞ മൃഗസ്നേഹി എല്ലാം സംരക്ഷിക്കണ്ടേ? മലയാളികളും ഇട്ടരുത്. നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കണ്ണീരായി. എനിക്ക് നഷ്ടപ്പെട്ടതിൽ വലുതായിട്ട് ഒരു മനുഷ്യനും ഒരു പട്ടിയില്ല. എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും ഞാൻ കൊല്ലും. ഇനി എന്റെ പട്ടിയെ ഞാൻ തല്ലിക്കൊല്ലും പട്ടിയെ. എന്റെ കുഞ്ഞിന് വലുതായിട്ട് ഒരു മനുഷ്യനും ഒന്നുമില്ല. ഞാൻ 8 വർഷക്കാലം ഞാൻ കൊണ്ട് നടന്ന് എന്റെ കുഞ്ഞിനാണ് ഒരു പട്ടിയുടെ പേരിൽ നശിച്ചു പോയത്. ഞാൻ ഇനിയും കൊല്ലും പട്ടികളെ. പട്ടിയെ മാത്രമല്ല കൊല്ലാൻ പാടില്ലാത്തത്, പൂച്ച കൊല്ലാൻ പാടില്ല. മനുഷ്യനെ വില കൊടുക്കേണ്ടവിടത്ത് മൃഗത്തിന് വില കൊടുക്കുന്ന നാറിയ ഭരണവും നാറിയ നാടുമാണ് നമ്മുടെ. ആ അമ്മയുടെ കണ്ണീരിന് ആരെങ്കിലും എന്താ പറയുക, വായിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത്. ആ കണ്ണീരിൻ്റെ വില നമ്മളത് അനുഭവിക്കണം. നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേരൻസ് ആയിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ അറിയാൻ എന്തോരം വേദനയാണെന്നുള്ളത്. ആ കുഞ്ഞിൻ്റെ ജീവന് നമ്മളെ കൊണ്ട് ആരെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നിട്ടും കൂടി അതിനൊരു നിയമ നടപടികളില്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്.